നിങ്ങളുടെ ലൈഫ് ഓൾറെഡി അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സോഷ്യൽ ബട്ടർഫ്ലൈ ആണ്, യു ലുക്ക് ഗുഡ്, എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, യു ആർ ക്രഷിങ് യുവർ ഗോൾ, യുവർ ലൈഫ് ഈസ് ലൈക്ക് ബെഡ് ഓഫ് റോസസ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ യു പ്രോബബ്ലി വോണ്ട് വാച്ച് മൈ ചാനൽ. എൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനൊരു ലൈഫ് സിറ്റുവേഷൻ കിട്ടാതെ പോയ ആൾക്കാരും ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ആസ്പെക്റ്റുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്നവരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ്. നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് മെൻറ്റേഴ്സിൽ നിന്നും നോൺ ഫിക്ഷൻ ബുക്കുകളിൽ നിന്നും അതുപോലെ എക്സ്പീരിയൻസിലൂടെയും പഠിക്കുന്ന ഒരുപാട് സാധനങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ചു തരാത്ത, ഫോമൽ എഡ്യൂക്കേഷൻ നമുക്ക് പഠിപ്പിച്ചു തരാത്ത. അപ്പോൾ കൂടുതൽ അങ്ങനത്തെ സംഭവങ്ങളാണ് ഈ ചാനലിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടീനേജേഴ്സിനുള്ള 17 ലൈഫ് ലെസൺസ് ആണ് ഷെയർ ചെയ്യുന്നത്. സോ ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു സഫർ ബൈ ലേണിംഗ് ദം ഇൻ ദ ഹാർഡ് വേ. അതിൽ ഒന്നാമത്തെ ലെസൺ എന്ന് പറയുന്നത് ഫെയിൽ മോർ. നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചൊരു സംഭവം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ ഫോമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ പഠിപ്പിക്കുന്നത് ഫെയിലിയർ ഈസ് എ ബാഡ് തിങ്, ഫെയിൽ ആവാൻ പാടില്ല, ഫെയിലായ പണിഷ്മെൻറ്റ്. പക്ഷേ ലൈഫിൽ നിങ്ങൾ ഏതൊരു ഫീൽഡ് എടുത്ത് നോക്കുകയാണെങ്കിലും അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ, അതിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരാൾ, ഐ ഗ്യാരണ്ടി യു ഹി ഫെയിൽഡ് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് ടൈം. ഒരു ഫീൽഡിൽ എക്സ്പേർട്ട് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലുള്ള എല്ലാ മിസ്റ്റേക്കുകളും വരുത്തി കണ്ട് അതൊക്കെ തിരുത്തി ആ സംഭവം വരുമ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അറിയണം. അതായത് ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു നല്ല സംഭവമാണ്. ഫെയിലിയർ ഈസ് എ ഗുഡ് തിങ്. രണ്ടാമത്തെ സംഭവമാണ് ഡെവലപ്പ് സ്കിൽസ് നോട്ട് സർട്ടിഫിക്കറ്റ്സ്. എന്നോട് സംസാരിക്കുന്ന ഇപ്പോൾ വലിയ ആൾക്കാർ, കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അങ്ങനെ പറയില്ല. പക്ഷേ ടീനേജേഴ്സാണ് അധികം പറയലും ഞാൻ എന്ത് ക്വാളിഫിക്കേഷൻ എടുക്കേണ്ടത്, എന്തൊക്കെയാണ് സംഭവം ഞാൻ പഠിക്കേണ്ടത്, ഏത് കരിയറാണ് ചൂസ് ചെയ്യേണ്ടത്, ഏത് ഡിഗ്രി ആണ് എടുക്കേണ്ടത് എന്നൊക്കെ ചോദിക്കും. ആക്ച്വലി ഞാനൊരു കരിയർ ഗൈഡ് അല്ല, അത് ഫസ്റ്റത്തെ സംഭവം. പക്ഷേ എൻ്റെ വീഡിയോ കണ്ടിട്ട് ചില ആൾക്കാർ അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഒരിക്കലും സർട്ടിഫിക്കറ്റ്സ് അല്ല, നമ്മളെ സ്കില്ലുകളാണ്. പേഴ്സുവേഷൻ, അതേപോലെ ഇൻഫ്ലുവൻസ്, പേഴ്സണൽ ബ്രാൻഡിങ്, ക്രിയേറ്റിവിറ്റി, ഇങ്ങനത്തെ പല സ്കില്ലുകൾ, സെയിൽസ് കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഇത് നമ്മളെ സർട്ടിഫിക്കറ്റിനെക്കാട്ടും കൂടുതൽ എത്രയോ വാല്യൂ ഉള്ളതാണ്. ഒരാൾക്ക് നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ട്, നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷേ പണി അറിയില്ല. ഒരാൾക്ക് നല്ലോണം പണി അറിയാം, പക്ഷേ സർട്ടിഫിക്കറ്റ് ഇല്ല. അതായത് ചോദിക്കും, ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഈ ക്വാളിഫിക്കേഷൻ ഒക്കെ നമുക്കൊരു സ്ഥലത്ത് പ്ലേസ്മെൻറ്റ് കിട്ടാൻ മേ ബി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഒരാൾക്ക് ആൾക്കാരെ ഡീൽ ചെയ്യാൻ നല്ലോണം വയ്ക്കുന്നുണ്ടെങ്കിൽ ദ എബിലിറ്റി ടു ഡീൽ വിത്ത് പീപ്പിൾ, അതൊരു അടിപൊളി സ്കില്ലാണ്. നമ്മളെ സ്വന്തം സെൽഫിനെ മറ്റുള്ളവരോട് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഓരോ വീഴ്ത്താൻ വയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ആളെക്കാട്ടും കൂടുതൽ എത്രയോ നല്ല പ്ലേസ്മെൻറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഓഫേഴ്സും കാര്യങ്ങളും കിട്ടും. പക്ഷെ എപ്പോഴും മനസ്സിലാക്കുക, ക്വാളിഫിക്കേഷൻ വേണ്ടെന്നല്ല, ക്വാളിഫിക്കേഷനെക്കാട്ടും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ്. മൂന്നാമത് ഡോണ്ട് ഫാൾ ടു ഡ്രഗ്സ്. നമ്മൾ 18 വയസ്സൊക്കെ ആവുന്നതിന് മുമ്പ്, നമ്മൾ ടീനേജിലൊക്കെ ആവുന്ന ടൈമിൽ നമുക്ക് അറിയില്ല, നമുക്ക് ഭയങ്കര ഇതിൻ്റെ നെഗറ്റീവ് എഫക്റ്റുകൾ എത്രത്തോളം വരുമെന്ന് അറിയില്ല. നമ്മൾ ബ്രെയിൻ മോൾഡായി വരുന്ന ടൈമാണ്, നമ്മൾ അഡൾട്ട് ആവണുള്ളൂ, നമ്മൾ ചിന്തിക്കാനൊക്കെ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇറ്റ് ഈസ് ഈസി ടു ഫാൾ ഫോർ ഡ്രഗ്സ്. ആൻഡ് ഫ്രം എക്സ്പീരിയൻസ് ഐ എം സെയിങ്, ഞാനൊരു ഇങ്ങനെ ഡ്രഗ്സ് അഡിക്റ്റഡ് അങ്ങനെ ഒന്നും അല്ലായിരുന്നു. പക്ഷേ ആ ഒരു പ്രായത്തിൽ ഞാനും അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്തിയിരുന്നു, ഒരു 10ാം ക്ലാസ്സൊക്കെ ആയ ടൈമിൽ. എന്നിട്ട് അങ്ങനെ സംഭവം സ്റ്റാർട്ട് ചെയ്യണുള്ളൂ, സ്മോക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. സ്മോക്കിങ്ങിലേക്ക് കടക്കുമ്പോൾ എന്ത് ചെയ്തു, സ്കൂളിൽ നിന്ന് ഒരു ദിവസം ബാഗ് ചെക്ക് ചെയ്തപ്പോൾ പിടിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, അത് കൈയോടെ പിടിച്ചു. ആ ഹാബിറ്റ് അന്നത്തോടെ സ്റ്റോപ്പായി. ഒരു ഹാബിറ്റിലേക്ക് തുടങ്ങുന്നുള്ളൂ, സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട് ഗ്രൂപ്പും സർക്കിളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതൊരു കൂൾ സംഭവം അല്ലേ. ഒരു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളത് അങ്ങനെ വരും, വലിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര കൂൾ ആൾക്കാർ, അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരിക്കും. അപ്പോൾ അങ്ങനെ സ്കൂളിൽ നിന്ന് പിടിച്ചു, പൊക്കി വീട്ടിൽ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പ്രോമിസ് ചെയ്തു ഇനി ചെയ്യില്ല എന്നുള്ളത്. അങ്ങനെ ആ ഒരു ഹാബിറ്റ് അതോടെ ഡ്രോപ്പായി. പക്ഷേ ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഇപ്പോൾ എനിക്കത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ കംപ്ലീറ്റ് റിഗ്രറ്റ്. എൻ്റെ ഹെൽത്തിനും എൻ്റെ എല്ലാത്തിനും ബാധിക്കുന്ന ഒരു സംഭവമായിരിക്കും അത്. സോ ദാറ്റ്സ് വൺ അഡ്വൈസ്, ഡോണ്ട് ഫാൾ ഇൻ ടു ഡ്രഗ്സ്. നാലാമത് കീപ് യുവർ വേർഡ്സ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം. ഒരു സ്ഥലത്ത് നിങ്ങൾ പോവും, നിങ്ങൾ വരാമെന്ന് പറഞ്ഞാൽ വരണം, നിങ്ങളത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യണം, നിങ്ങൾക്കത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കണം. അത് പല ആൾക്കാരുടെ അടുത്തും, ഇപ്പോൾ എന്നോടൊരു ആൾ അങ്ങനെ എന്തെങ്കിലും പ്രോമിസ് തരികയാണ്, എന്നിട്ട് അയാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ജസ്റ്റ് ലോസ് ദ റെസ്പെക്ട്. ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു, മീറ്റിങ്ങിന് വരാമെന്ന് പറഞ്ഞു, എടാ എനിക്ക് വയ്യടാ എന്ന് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുന്നത്, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും, ഈവൻ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ഞാൻ അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതന്ന് ചെയ്യാൻ നോക്കലുണ്ട്. ഞാനിങ്ങനെ സംഭവം ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ ചെയ്യലുണ്ട്. സോ കീപ് യുവർ വേർഡ്, ദാറ്റ് ഈസ് എ മസ്റ്റ്. നിങ്ങളിത് ലൈഫിലാണെന്നുണ്ടെങ്കിലും ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലൊക്കെ വേർഡ് കീപ്പ് ചെയ്യുന്ന, വാക്ക് പാലിക്കുന്ന ആൾക്കാർക്ക് ആവശ്യമുള്ളൂ. അഞ്ചാമത്തത് സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് നൗ. നിങ്ങൾ എത്ര വയസ്സായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റിംഗ് എന്നുള്ള ഹാബിറ്റ് തുടങ്ങുക. ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു പ്രായത്തിൽ നമുക്ക് എന്ത് പൈസ കിട്ടിയാലും നമ്മൾ ഒരു ഗോളില്ലാതെ നമ്മൾ ചിലവാക്കണ പോലെ ആയിരിക്കും. നമ്മൾ വെള്ളം കുടിക്കാനും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനും സിനിമയ്ക്ക് പോകാനും ബേസിക്കലി എൻജോയ്മെൻറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നൊരു ടൈമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ടൈമിൽ തന്നെ നമ്മളെ പൈസൻ്റെ ഒരു ഭാഗം നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ഹെൽത്തിലേക്ക്, അതായത് ജിം മെമ്പർഷിപ്പോ ഫുഡോ ഡയറ്റോ കാര്യങ്ങൾ അങ്ങനത്തത്, സപ്ലിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ, അതേപോലെ നമ്മളെ നോളജ്, ബുക്ക് കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടന്റ് ക്രിയേറ്ററോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ 10 ലറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ
എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമ്മളെ ബിസിനസ്, നമ്മളെ ലൈഫ്, അതിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഹാബിറ്റ്. ഒരിക്കലും സ്റ്റോക്കിലോ ഷെയറിലോ ഇൻവെസ്റ്റ് ചെയ്യാന്നല്ല പറയുന്നത്. നമ്മളെ മേൽ തന്നെ നമ്മളെ കാര്യങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് കൊണ്ടുവരിക. ആറാമത്തത്, ഇഫ് യു ആർ എ ബോയ്, നിങ്ങൾ ഈ കാണുന്നത് മെയിൽ ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബി എ ജെന്റിൽമാൻ. ഈ ടിക്ടോക്കിലും അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പോലെ മറ്റേ സിഗ്മ ടൈപ്പ് ഉണ്ടല്ലോ, ഐ ഡോണ്ട് കെയർ അബൌട്ട് ഗേൾസ്, ഐ ഡോണ്ട് ലൈക്ക് ഗേൾസ്, വുമൺ ആർ ഡെവിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കാൻ, ഓലിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നൊക്കെയുള്ള രീതിയിൽ. നോ, ഡോണ്ട് ഡു ദാറ്റ്. വി നീഡ് ഈച്ച് അതർ, ഡോണ്ട് കോമ്പീറ്റ് ഈച്ച് അതർ. ബി എ ജെന്റിൽമാൻ, ട്രീറ്റ് ദം വിത്ത് റെസ്പെക്ട്, ട്രീറ്റ് ഗേൾസ് വിത്ത് റെസ്പെക്ട്, ട്രീറ്റ് വുമൺ വിത്ത് റെസ്പെക്ട്. ഈ സിഗ്മ മെയിൽ പരിപാടിയൊക്കെ വെറുതെയാണ്, അതൊന്നല്ല. നമുക്ക് രണ്ടാളും എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നിന്നാൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഫോർ മീ, ഞാൻ ഒരിക്കലും എൻ്റെ ഓഡിയൻസിന് എന്തല്ല ഈക്വാളിറ്റിയോ അല്ലെങ്കിൽ രണ്ടാൾ ഒരേപോലെ ജീവിക്കണം, രണ്ടാളും ജോലിക്ക് പോയിട്ട് രണ്ടാൾ ഷെയർ ചെയ്യണം എന്നുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല. ഇഫ് യു ആർ ഹാവിങ് എ ഡിന്നർ വിത്ത് എ ഗേൾ, യു പേ ദ ബിൽ എന്ന് ഞാൻ എൻ്റെ മെയിൽ ഓഡിയൻസിനോട് പറഞ്ഞു കൊടുക്കുള്ളൂ. അടുത്തത്, ഏഴാമത്തത്, 20s ആർ ഫോർ ബിൽഡിങ്. ഇപ്പോൾ നമ്മൾ 20സിലൊക്കെ ഒട്ടുമിക്ക ആൾക്കാരും 20സിൽ എന്താ ചെയ്യാം, ഫുൾ ഇൻഡൽജിങ് ആക്ടിവിറ്റീസ്, ഡീജനറസി ആക്ടിവിറ്റീസ്, ലൈഫ് മൊത്തം എക്സ്പീരിയൻസ്, എൻജോയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ സ്പെൻഡ് ചെയ്യും. പിന്നീട് 30സിലും 40സിലും ഒരു റിഗ്രറ്റ് ചെയ്യും. എനിക്ക് ഓർക്ക് നല്ല സ്റ്റോറീസ് ഉണ്ടാവും പറയാനൊക്കെ, നല്ല അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് ഉണ്ടാവും. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒരു ബുദ്ധിമുട്ടായ ലൈഫായിരിക്കും. അപ്പോൾ നമ്മളെ 20സിൽ വെറും ഗ്രൈൻഡിങ് മാത്രം ചെയ്ത് കഴിഞ്ഞാലോ, ഇപ്പോൾ നമ്മൾ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ലെങ്കിലോ, നമ്മൾ ലൈഫ് വെറുതെ വേസ്റ്റ് ആവില്ല. നമ്മൾ വർക്ക് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 20സിൽ നമ്മൾ നല്ല വർക്ക് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാം, 30സും 40സും ഒക്കെ ഉണ്ട്. 30സിലൊന്നും നമ്മളെ പറ്റ ലോക്കലായിട്ടൊന്നുമില്ല, നമുക്കൊന്നും കഴിയാതൊക്കൊന്നുമില്ല. അപ്പോൾ നമ്മളെ ഹെൽത്തിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന, ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരാളിനെ സംബന്ധിച്ച് 30s എന്നൊക്കെ പറയുന്നത് അവൻ്റെ പ്രൈമാണ്. ഒരു 34 വയസ്സൊക്കെ ആകുമ്പോഴൊക്കെ അവൻ്റെ പീക്ക് ഏജിലാണ് നിൽക്കുന്നത്, ഏറ്റവും പീക്കിൽ. അല്ലാതെ ഈ 20, 21, 22 എന്നല്ല നമ്മുടെ പീക്ക്. നമുക്ക് 30സിലൊക്കെ നല്ല അടിപൊളിയായി നിൽക്കാൻ പറ്റും. അതൊരു മെയിൽ അഡ്വാൻറ്റേജ് ആണ്. കാരണം നമ്മളെ ഏജ് ചെയ്യണത് എന്താ പറയുക, നമ്മളെ SMV, നമ്മളെ സെക്ഷൽ മാർക്കറ്റ് വാല്യൂ വരുന്നത് കുറച്ച് ഡിലേ ആയിട്ടാണ് വരിക. 20സിൽ നിങ്ങൾ വർക്ക് ചെയ്താലും ഗ്രൈൻഡ് ചെയ്താലും ഒരു പ്രശ്നമല്ല. 30സിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻജോയ് ചെയ്യാം. ഇനി 20സിൽ വർക്ക് ചെയ്യുമ്പോൾ ഫുൾ വർക്ക് എന്നല്ല ഞാൻ പറയുന്നത്, വർക്ക് ഫണ്ണായ രീതിയിൽ ചെയ്യാം. അതായത് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്, നമ്മളെ ഹെൽത്ത് ആയാലും നമ്മളെ ഫിനാൻസ് ആയാലും നമ്മളെ നെറ്റ്വർക്ക് ആയാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാം. ഇൻസ്റ്റെഡ് ഓഫ് ഫുൾ പാർട്ടി, ഡ്രഗ്സ്, അതുപോലെ ഡീജനറസി, വീഡിയോ ഗെയിംസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് നടക്കുന്നതിൻ്റെ പകരം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഹെൽത്തും ഫിറ്റ്നസും ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് ചെയ്യുന്നത്, നമുക്ക് ഫണ്ണാണ്, നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ പുറത്ത് പോയി ഡിന്നർ കഴിക്കണം നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം, പക്ഷേ കഴിക്കുന്നത് നല്ല സംഭവങ്ങളാണ്. ഇങ്ങനെ ചെറിയ മാറ്റം വരുത്തിയാൽ തന്നെ നമ്മളൊരു സ്കില്ല് പഠിക്കുന്നുണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതേസമയം നമ്മൾ എൻജോയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫുൾ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ലൈഫിനെ അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷേ നമുക്കൊരു 30സിൽ എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, റിഗ്രറ്റ് ചെയ്യാതെ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ചിന്ത അല്ലാതെ നമുക്ക് എന്ത് ചെയ്യുക, ഇനി കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. സോ 20s ആർ ഫോർ ബിൽഡിങ്. അടുത്ത 8ാമത്തെ, പ്രൊട്ടക്റ്റ് യുവർ മൈൻഡ്. കാരണം എന്താ വെച്ചാൽ ഇനി അങ്ങോട്ട് കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ നിറഞ്ഞ് കൂടി ഇങ്ങനെ വരുള്ളൂ. ഇപ്പോൾ ഇൻഫർമേഷൻ ഒരിക്കലും ഒരു കുറവില്ല, കൂടുതലേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇനി റിയൽ ലൈഫ് എക്സ്പീരിയൻസുകൾ കുറഞ്ഞു വരും, എല്ലാം ഡിജിറ്റലായിരിക്കും. അപ്പോൾ എത്രത്തോളം നമുക്ക് ഡിജിറ്റൽ ലൈഫ് കുറച്ചാണ്ട് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കൂട്ടാൻ പറ്റും, അത്രത്തോളം നമ്മൾ ആൾക്കാരിൽ നിന്ന് എന്ത് ചെയ്യും, മുകളിലായിരിക്കും നമ്മളെ ലെവലിൽ. അപ്പോൾ എന്ത് ചെയ്യാം, കൺസംഷൻ എന്ന് പറയുന്നത്, ഫോണൊക്കെ കൺസ്യൂം ചെയ്യുന്നത്, നമ്മൾ ഫുള്ള് യൂട്യൂബും എല്ലാം ഇൻക്ലൂഡിങ് ദിസ് വീഡിയോ ഒക്കെ കൺസ്യൂം ചെയ്യുന്നത് ഒരു 1 hourലേക്കൊക്കെ ചുരുക്കിയിട്ട് എന്ത് ചെയ്യുക, ഫുൾ ടൈം വീഡിയോയിൽ നിൽക്കാതെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിന് പ്രാധാന്യം കൊടുക്കുക, ഫ്രണ്ട്സിനൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക, ഓരോ ആക്ഷനുകൾ എടുക്കുക, ഓരോ കാര്യങ്ങൾ തുടങ്ങുക, ഇങ്ങനത്തെ സംഭവങ്ങൾ റിസ്ക് എടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. കൺസംഷൻ എന്ത് ചെയ്യുക, ചുരുക്കുക, എന്നിട്ട് നിങ്ങളെ മൈൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. 9ാമത്തെ, ഡോണ്ട് കെയർ അബൌട്ട് വാട്ട് അതർ പീപ്പിൾ തിങ്ക്. ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്താലും എന്ത് ചെയ്യാതെന്നാലും എന്തെങ്കിലും കാര്യം പറയാനുണ്ടാവും. നമ്മൾ തടിച്ചാണ്ടെന്നാലും നമ്മളിപ്പോൾ ഫിറ്റ് ആയാലും ആൾക്കാർക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നമ്മൾ ആൾക്കാർക്ക് വേണ്ടിയല്ലല്ലോ ജീവിക്കുന്നത്, നമ്മൾ നമുക്ക് വേണ്ടിയല്ലേ. നമ്മൾ കെയർ ചെയ്യേണ്ട സംഭവങ്ങളുണ്ടാവും, കെയർ ചെയ്യേണ്ടാത്ത സംഭവം ഉണ്ടാവും. ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും സുഖമില്ലാതെ കഴിഞ്ഞാൽ അത് നമ്മൾ കെയർ ചെയ്യണം. പക്ഷേ അതേസമയം നമ്മളെ ഗോൾസ് നമ്മൾ പെർസ്യൂ ചെയ്യുമ്പോൾ ഓരോ തട്ടിത്തടിച്ചിലേക്കാണ്ട് ഓരോരുത്തർ വരും. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യേണ്ട, കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം, എൻ്റെ വീഡിയോ തന്നെ കമൻറ്റ് ചെയ്യേണ്ട ഒരുപാട് നല്ലതും വരുന്നുണ്ടാവും, ചീത്തവും വരുന്നുണ്ടാവും. ഞാനത് അനുസരിച്ചാണ്ട് ഓല് പറയുന്ന പോലെ ആവാൻ പാടുണ്ടാവും. നോ, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഗോൾസിനെ പെർസ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിൽ നമ്മൾ കെയർ ചെയ്യരുത്. പക്ഷേ കെയർ ചെയ്യേണ്ട സംഭവമാണെങ്കിൽ കെയർ ചെയ്യും വേണം. 10ാമത്തേത്, സക്സസ് ടേക്ക് ടൈം. നമുക്ക് ചെറിയ പ്രായത്തിലുള്ള ഒരു ചിന്തയാണ്, നമുക്കൊക്കെ ഒരു 6 മാസം കൊണ്ട്, 5 മാസം കൊണ്ട്, 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, അല്ലെങ്കിൽ 1 ഇയർ കൊണ്ടൊക്കെ സക്സസ് ആവണം, അങ്ങനത്തെ ഒരു ചിന്ത ഒക്കെ നേടിയെടുക്കണം എന്നുള്ളത്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യണമെന്ന് വിചാരിച്ചോ, മറ്റുള്ളവർക്ക് ഒന്ന് കോംപ്ലിമെൻ്റ് ഒക്കെ കിട്ടണം, ഔട്ട്സ്റ്റാൻഡിങ് ആയി നിൽക്കണം ഒരു ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ചിലപ്പോൾ ഒരു 5-6 വർഷങ്ങളൊക്കെ എടുക്കും. ശരിയാണ്, ഒരു 2 വർഷം കൊണ്ടൊക്കെ നമുക്ക് ഡീസൻറ്റ് ബോഡി ബിൽഡ് ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞ രീതിക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നല്ല കുറേ വർഷങ്ങൾ എടുക്കും. 5-6 വർഷങ്ങളിലെ കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ വേണ്ടി വരും.
അപ്പോൾ അതുപോലെ ഒരിക്കലും ഷോർട്ട് ടേം ആയിട്ട് ചിന്തിക്കരുത്. നമ്മൾ എന്ത് ബിൽഡ് ചെയ്യണമെങ്കിൽ, നമ്മളൊരു ബിസിനസ് ബിൽഡ് ചെയ്യണം, നമ്മളൊരു ക്ലോത്തിങ് ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, നമ്മളൊരു കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങണം, നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഗിവ് യുവർ സെൽഫ് സം ടൈം. ഒരു 5 to 10 വർഷം, ഡെക്കേഡിലൊക്കെ ചിന്തിക്കുക, ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ് ഇൻ മന്ത്സ് ഓർ 1 year. അടുത്ത 11ാമത്തെ ഹെൽത്തും ഹൈജീനും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ ബോഡി, നിങ്ങളെ ഫിസിക്ക്, നിങ്ങളെ ഹെൽത്ത് ബിൽഡ് ചെയ്യാനുള്ളതാണ്. 20s ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 30s 40s നിങ്ങൾക്ക് ഒന്നുകൂടി സുഖമായിരിക്കും. നിങ്ങൾക്ക് നല്ല ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈം, ഈ ഒരു സമയത്ത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈം, നമ്മൾ പ്രൈമിലായി നിൽക്കുന്ന ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ എന്താണോ മനുഷ്യ ശരീരം ഉപയോഗിക്കാത്തത് അത് മനുഷ്യ ശരീരം ഒഴിവാക്കണ മാതിരിയാണ്. നിങ്ങളെ ബോഡി, നിങ്ങളെ സ്കിൽസ്, നിങ്ങളെ ഫിസിക്കൽ എബിലിറ്റി, മസിൽസ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതെന്താവും, കുറഞ്ഞിങ്ങനെ വരികയേ ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഹെൽത്ത്, ബോഡി, ഇതെന്താണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡയറ്റ് ആണെന്നുണ്ടെങ്കിലും, ഫുഡിൻ്റെ കേസാണെന്നുണ്ടെങ്കിലും, വർക്കൗട്ടിൻ്റെ കേസാണെങ്കിലും ആ രണ്ടും എന്ത് ചെയ്യുക, ജീവിതത്തിൽ പകർത്താൻ നോക്കുക. ഇത് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു 30s എത്തുമ്പോൾ മറ്റുള്ളവരെ മുമ്പ് ചാടാൻ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. 12th one ഈസ് ബി ഡിലൂഷണൽ ആൻഡ് ഒപ്റ്റിമിസ്റ്റിക്. ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ചെയ്യുന്നതൊക്കെ നല്ലതായി തീരും എന്നുള്ളൊരു ചിന്താഗതി, നമുക്കൊരു പോസിറ്റീവ് ചിന്താഗതിയാണ്. ഞാൻ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി, അത് സക്സസ് ആവും. ഞാൻ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങി, അത് ഫേമസ് ആവും, അത് സക്സസ് ആവും, നല്ല ഡിമാൻഡ് ഉണ്ടാവും. ഞാൻ ഒരു ഫുഡിൻ്റെ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്, അതും സക്സസ് ആവും. ഇങ്ങനെയൊക്കെ ഓരോ ചിന്ത, അതായത് അതൊന്നും ഉണ്ടാവില്ല, വെറുതെ തുടങ്ങണ്ട എന്നുള്ള രീതിയിൽ പെസിമിസ്റ്റിക്കായി ചിന്തിക്കാതെ എല്ലാം നല്ലതായി തീരും എന്നുള്ള ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ചിന്ത. അതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് 99% നമ്മൾ ചിലപ്പോൾ തെറ്റും, നമ്മൾ പറയുന്നത് തെറ്റും. പക്ഷേ ആ 1% അത് നമ്മൾ ജീവിതം മാറ്റി മറക്കുന്ന ഒരു സംഭവമായിരിക്കും. നമ്മൾ ചിന്തിച്ച 99% കാര്യങ്ങൾ ചിലപ്പോൾ നടക്കുന്നുണ്ടാവില്ല, പക്ഷേ ആ 1% നമ്മളെ ലൈഫ് മാറ്റി മറിക്കുന്ന സംഭവമായിരിക്കും. നമ്മളത് നെഗറ്റീവ് രീതിയിലാണ്, പെസിമിസ്റ്റിക് രീതിയിലാണ് കണ്ടിരുന്നെങ്കിൽ നമ്മൾ ആ ആക്ഷൻ എടുക്കില്ലായിരുന്നു, ആ 1%ലേക്ക് നമ്മൾ എത്തൂലായിരുന്നു. സോ ബി ഒപ്റ്റിമിസ്റ്റിക്. അതേപോലെ തന്നെ ഡിലൂഷണൽ എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർ തിങ്ക് ചെയ്യണ പോലെ തിങ്ക് ചെയ്യരുത്. വലിയ കാര്യങ്ങൾ എന്നെ കൊണ്ട് ഇത് പറ്റും, എന്നെ കൊണ്ട് അടിപൊളി ഒരു ബോഡി ഉണ്ടാക്കാൻ പറ്റും, എന്നെ കൊണ്ട് പെട്ടെന്ന് 100K, എന്നെ കൊണ്ട് ഒരു 100K 1 million ഒക്കെ ഉള്ളൊരു ചാനൽ ബിൽഡ് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് ഇന്ന രീതിയിലുള്ള ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റും, എനിക്കിത് നേടാൻ പറ്റും എന്നുള്ള രീതിയിൽ ഡിലൂഷണലായിട്ട് ചിന്തിക്കുക. സാധാരണ ആൾക്കാരെ പോലെ നോർമൽ രീതിയിൽ ലൈഫ് ഇങ്ങനെ പോയി, ഇങ്ങനെ ഒരു സാലറി ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയി, ഇങ്ങനെ സാധാരണ രീതിയിൽ ചിന്തിക്കരുത്. ബി ഡിലൂഷണൽ. 13ാമത്തേത് ലേൺ ടു ഡ്രസ് വെൽ. ഡ്രസ് വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഡിസൈനർ ക്ലോത്ത്സുകൾ ഇടുക, നല്ല വിലൻ്റെ സാധനങ്ങൾ ഇടുക എന്നല്ല, കുറച്ച് നോളജ് എങ്കിലും എന്ത് ചെയ്യുക. ഇഷ്ടംപോലെ ചാനൽസ് ഉണ്ടല്ലോ, മെൻസ് ഫാഷന്, അതേപോലെ അലക്സ് കോസ്റ്റ, അതേപോലെ ബ്രാൻഡൻ ബാൽഫർ, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഫുള്ളായിട്ട് ഈ മെന്നിൻ്റെ ലുക്കിന് പറ്റും. അതിപ്പോൾ ഗേൾസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാവും ഈ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് എങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനത്തതൊക്കെ കുറച്ചൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്താണ്ട് എങ്ങനെ നല്ല രീതിയിൽ ഡ്രസ്സിങ് പഠിക്കുക, നല്ല സ്റ്റാൻഡേർഡ് രീതിയിൽ, ഓവറാക്കാനൊന്നും ഞാൻ പറയുന്നില്ല, സ്റ്റാൻഡേർഡ് രീതിയിൽ നമ്മളെ പ്രസൻറ്റ് ചെയ്യാനുള്ള, നമ്മളെ കോൺഫിഡൻസ് കൂട്ടുന്ന സംഭവമാണ് ഡ്രസ്സ് എന്നൊക്കെ പറയുന്നത്, ഡ്രസ്സിങ് പറയുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യാനുള്ള കാര്യം പഠിക്കുക. നിങ്ങൾക്ക് വലിയ ഓവർഡു ഒന്നും ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾ ജിമ്മിലൊക്കെ പോയി നല്ലൊരു ബോഡിയുള്ള നല്ല ഫിസിക്കൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ടൈറ്റുള്ള, നല്ല അത്യാവശ്യം നല്ല ഫിറ്റ് ആയിട്ടുള്ള ഒരു നിങ്ങൾക്ക് ക്ലോത്തിങ് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, സെലക്ട് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ, ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ പറ്റും. ഈ കിളിപ്പച്ച ഡ്രസ്സും വലിയ ഓവർ സൈസിൽ ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ പറ്റും. 14 ചൂസ് യുവർ ഫ്രണ്ട്സ് വൈസ്ലി. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. യു ആർ ദ സം ഓഫ് ദ 5% യു ആർ സിറ്റിംഗ് വിത്ത്. സോ നിങ്ങളെ ഫ്രണ്ട്സ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനൊരു പുതിയൊരു ചാനൽ തുടങ്ങാൻ പോകുന്നു, ഞാൻ കണ്ടന്റ് ക്രിയേഷൻ ഒന്നും അറിയില്ല വിചാരിച്ചോ, അല്ലെങ്കിൽ ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നു വിചാരിച്ചോ, ഞാനത് എൻ്റെ ഓഫീസിലുള്ള ഓരോട് എനിക്ക് ഫുൾ റെസ്പെക്റ്റ് ഉള്ളൂ, ഓരോട് ഒരു ദേഷ്യമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ പറയാം, ഓരോരുത്തരും മൈൻഡിൻ്റെ എക്സ്പോഷറിൻ്റെ ലെവലാണ് ഞാൻ പറയുന്നത്. ഞാൻ അവിടെയാണ് അത് പറയണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ പോസിറ്റീവ് എടുക്കുന്നവരുണ്ട്, ചില ആൾക്കാർ എന്തുണ്ട് അതൊന്നും ചെയ്യേണ്ട, ഇപ്പോൾ മര്യാദക്ക് ഇതിൽ ഫോക്കസ് ചെയ്തോ എന്നുള്ള രീതി പറയണവരുണ്ട് അവിടെ കുറേ. പക്ഷെ അതേസമയം എൻ്റെ ഫ്രണ്ട്സിനോട് ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ ലെവലിലേക്കുള്ള, ഇപ്പോൾ ഞാൻ നാളെ വ്ളോഗ് ഇട്ടില്ലേനു സിനാൻ, ഓനോടൊക്കെയാണ് ഇത് പറയണമെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഗോ നമുക്ക് ചെയ്യാം, ആ രീതിയിൽ ഓൻ പറയുള്ളൂ. അതാണ് ഒരേ ലെവലിലേക്കുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ നമ്മളെക്കാട്ടും ടോപ്പിലുള്ള ആൾക്കാരൊപ്പം നമ്മൾ നിന്ന് കഴിഞ്ഞാലുള്ള മെച്ചം എന്ന് പറയുന്നത്. സോ ചൂസ് യുവർ ഫ്രണ്ട്സ് വൈസ്ലി. ദ എയ്തർ ബ്രേക്ക് യു ഓർ ബിൽഡ് യു. ഇതിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. 15ാമത്തേത് ഷോ ഗ്രാറ്റിറ്റ്യൂഡ് ടു യുവർ പാരൻസ്. പല ആൾക്കാരും പറയലുണ്ടാവും, എൻ്റെ പാരൻസ് എനിക്ക് അത് തന്നില്ല, വാങ്ങി തന്നില്ല, അത് ചെയ്ത് തന്നില്ല, എന്നെ നല്ലൊരു ചൈൽഡ്ഹുഡ് എനിക്ക് കിട്ടിയിട്ടില്ല, എന്നെ ലോക്കലാണ് വളർത്തിയത്, എന്നെ അവിടെ ഇട്ടാണ്ടാണ് വളർത്തിയത്, അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. ദ ഓൺലി റീസൺ ദാറ്റ് യു ആർ ഷോയിങ് ഗ്രാറ്റിറ്റ്യൂഡ് ടു യുവർ പാരൻസ് ഈസ് ദേ ഗേവ് യു എ ലൈഫ്. നിങ്ങൾക്കൊരു ലൈഫ് തന്നോ, മതി, ഇത്ര മതി, ഈ ഒരു റീസൺ മാത്രം മതി. നിങ്ങൾക്കൊരു ജീവിതം തന്നോ, നിങ്ങൾ എന്നുള്ളൊരു വ്യക്തി ഇവിടെ ഉണ്ടോ, മതി. യു ഹാവ് ടു ഷോ യുവർ പാരൻസ് ഗ്രാറ്റിറ്റ്യൂഡ്. യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദം ഇൻ എ ഗുഡ് വേ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ലൈഫ് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഓരോ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ നല്ല രീതിയിൽ എത്തട്ടെ എന്ന് കരുതിയാണ്ട്. പക്ഷെ അതൊന്നും കാണാതെ പോകരുത്. യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദം.
16ാമത്തത് ബി എ ലൈഫ് ലോങ് സ്റ്റുഡൻറ്റ്. ഇപ്പം എന്നോടൊരു ചങ്ങായി പറയാണ്, ഞാൻ +2 ഒക്കെ കഴിഞ്ഞു, കോളേജൊക്കെ കഴിഞ്ഞു, ഇനി എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, എനിക്കൊക്കെ അറിയാമെന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ഹിം. ഞാൻ ഓൻ പറയണൊന്നും കേൾക്കില്ല. ദ പ്രോബ്ലം ഇസ് ദാറ്റ് നമ്മളൊരു ലൈഫ് ലോങ് ലേണർ ആവണം. നമ്മളെപ്പോഴും നമ്മൾ അറഗൻ്റ് ആയിക്കാണ്ട് നമുക്കൊക്കെ അറിയാമെന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും എല്ലാവരൊക്കെ ഒന്നും എല്ലാ സ്ഥലത്തുനിന്നും നമുക്ക് എന്ത് ചെയ്യും, എന്ത് ചെയ്യരുതെന്നോ എന്ത് ചെയ്യണം എന്നോ പഠിക്കാൻ പറ്റും. ഒരു മെൻറ്ററിൻ്റെ ഒക്കെ എന്നാണെന്നുണ്ടെങ്കിൽ, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആളൊക്കെ എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമുക്ക് പഠിക്കാൻ പറ്റും. അതേസമയം ഒരു ഫുൾ ആയിട്ടുള്ള ആളൊക്കെ അല്ലെങ്കിൽ പറ്റ ഡൗൺ ലെവലിൽ നിൽക്കുന്ന ഒരാളൊക്കെ എന്നാണെന്നുണ്ടെങ്കിൽ അയാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യരുത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ എല്ലാവർക്കും ഒന്നും എന്തെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും. ബി എ ലൈഫ് ലോങ് ലേണർ. ലാസ്റ്റ് വൺ, 17th വൺ, എൻജോയ് ദ പ്രോസസ്സ്. ഈ ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. നമ്മൾ വെറും വർക്കിംഗ് മാത്രമാണ് ഒരു വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചു കൂട്ടിയിട്ട് ഒരു റൂമിൽ മാത്രം എന്താണ് ഫുള്ള് വർക്കിംഗ് ആണ്, നമ്മളെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ 20s മൊത്തം നമ്മൾ അങ്ങനെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ സപ്പോർട്ട് യു. പക്ഷേ ലൈഫ് ക്യാൻ ബി ഫൺ ടു. നമ്മൾ ഈ ഗ്രൈൻഡിങ് എന്ത് ചെയ്യാൻ പറ്റും, ഫണ്ണാക്കാൻ പറ്റും. നമ്മളതേ ലെവലിലുള്ള കുറച്ച് ഫ്രണ്ട്സ്, ഇതന്നെ സെയിം ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഓലപ്പം വർക്കൗട്ട് ചെയ്യലും നമ്മൾ ഓലപ്പം ഒരു ബിസിനസ് ബിൽഡ് ചെയ്യലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ആ ഒരു ചലഞ്ചും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് പോകുമ്പോൾ അതിൽ തന്നെ നമുക്ക് ജോക്സുകളും ഒരുപാട് മെമ്മറീസും കാര്യങ്ങളും ഉണ്ടാവും. മെമ്മറീസും കാര്യങ്ങളൊക്കെ ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമല്ല ഉണ്ടാവുക, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് നമ്മളെ ഫ്രണ്ട്സിനും കൂട്ടിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നർ കഴിക്കാനോ സിനിമക്കൊക്കെ പോവുക. സിനിമക്ക് പോകുന്നത് ഞാൻ തെറ്റാണെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഫാമിലിൻ്റെ ഒപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇടയ്ക്കൊക്കെ ഒരു സിനിമക്ക് പോയിട്ട് ഫുൾഫില്ലിംഗ് ആയ രീതിയിലൊരു എന്താ പറയുക, ആ ഒരു സോഷ്യൽ ആ ഒരു കണക്ഷന് വേണ്ടി പ്രാധാന്യം കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഇടയ്ക്ക് സിനിമക്കൊക്കെ പോകുക, ഇടയ്ക്ക് ഒരു ട്രാവലൊക്കെ പോകണം, നല്ലതാണ്. സോ യു ഡോണ്ട് ഹാവ് ടു ബി ഓൾവേസ് ഗ്രൈൻഡിങ് ഇൻ ലൈക്ക് ഒറ്റ ഫുൾ മങ്ക് മോഡ്, ഫുള്ള് ഡിസ്ട്രാക്ഷൻ ഫ്രീ എന്നല്ല. കുറച്ച് കാലം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ടൈം കൊടുക്കുക. നമുക്ക് ലൈഫ് എന്ന് പറയുന്നത് ഇനി തിരിച്ച് കിട്ടില്ല. അപ്പോൾ ഉള്ള പ്രോസസ്സ് എൻജോയബിൾ ആയിക്കാണ്ട് കൊണ്ടെടുക്കാം. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. 17 lessons ഐ ലേൺഡ് ഇൻ എ ഹാർഡ് വേ. അതേപോലെ മറ്റു മെൻറ്റേഴ്സിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ, ബുക്കിൽ നിന്നൊക്കെ പഠിച്ച കാര്യങ്ങൾ. ഐ ഹോപ്പ് ദിസ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.